തൃശൂർ പാലപ്പിള്ളിയിൽ ജനവാസ മേഖലയിൽ തമ്പടിച്ച് കാട്ടാനക്കൂട്ടം 8 ആനകൾ എല്ലാ ദിവസവും ജനവാസ മേഖലയിൽ എത്തുന്നുവെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ആനക്കൂട്ടത്തിന്റെ ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ആ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം. സൂരജ് സജി നൽകും ഏറ്റവും പുതിയ വിവരങ്ങൾ അവിടെ നിന്നും. സൂരജ്, വീണ്ടും ഈ പാലപ്പിള്ളിയിൽ കാട്ടാനക്കൂട്ടം ഭീതി പടർത്തുകയാണ്. പ്രദേശവാസികൾ എന്താണ് പറയുന്നത്? എത്ര എണ്ണം ആനകളുണ്ട് ഇപ്പോൾ ആ മേഖലയിൽ? ഇത് പതിവായി എത്തുന്നു എന്നാണല്ലോ ആക്ഷേപം, അല്ലേ? പ്രജിൻ, തീർച്ചയായും ഈ ജനവാസ മേഖലയിലേക്ക് കാട്ടാന ഇറങ്ങുന്നത് പതിവാകുന്നു എന്നുള്ള പാലപ്പള്ളിയിലെ ജനങ്ങളുടെ പരാതിയെ തുടർന്നാണ് നമ്മൾ ഇന്ന് ഇങ്ങോട്ടെത്തുന്നത്. ഇന്നലെ രാത്രിയെല്ലാം തന്നെ ഈ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടത്തെ ഓടിക്കുന്നതിനായി പോലീസും വനംവകുപ്പും നാട്ടുകാരും എല്ലാം ചേർന്നുകൊണ്ട് രാത്രി വൈകിയും ഈ മേഖലയിലെല്ലാം തന്നെ ഈ കാട്ടാനയെ ഓടിച്ചുവിടുന്നതിന്, ജനവാസ മേഖലയിൽ നിന്ന് ഓടിച്ചുവിടുന്നതിന് വേണ്ടി രാത്രിയെല്ലാം നീക്കം നടത്തിയിരുന്നു. അങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ നമ്മൾ ഈ മേഖലയിലേക്ക് എത്തുന്നത്. അതായത് ഇവർ പറയുന്നത്, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ പാലപ്പള്ളിയിലേക്ക് എത്തുന്ന ഭാഗത്താണ്. അവിടെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ ഒരു 6-ലധികം വരുന്ന കാട്ടാനക്കൂട്ടം. അത് ഇവർ പറയുന്നത് 8-ലധികം സാധാരണ നിലയിൽ ഉണ്ടാകാറുണ്ട്. അത് കുറച്ച് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഒരു റബ്ബർ തോട്ടത്തിനരികിലാണ്. ഇതിനപ്പുറത്തേക്ക് ചെറിയ രീതിയിൽ ഈ റബ്ബർ തോട്ടത്തിന്റെ ഉൾമരങ്ങളിലേക്കായതുകൊണ്ട് തന്നെ, ഉൾഭാഗത്തേക്കായതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായി കാണാൻ കഴിയുന്നില്ല. പക്ഷേ ഇവർ പറയുന്നത് ഇതല്ല, ഇതിലേറെ ആനകളുണ്ട്. പലപ്പോഴും 30-ലധികം ഒക്കെ വരുന്ന ആനക്കൂട്ടമാണ് ഈ മേഖലയിൽ തമ്പടിക്കുന്നത്. ഈ ടാപ്പിംഗ് ഒക്കെ ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ്. പ്രത്യേകിച്ച് ഒരു തോട്ടം മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഈ റബ്ബറെല്ലാം ടാപ്പ് ചെയ്തൊക്കെ ജീവിക്കുന്ന ആളുകളാണ്. പക്ഷേ ഇവരെല്ലാം ഈ ടാപ്പിങ്ങിനൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഇവരെല്ലാം കാട്ടാന ഓടിക്കുന്നതൊക്കെ തുടർ സംഭവങ്ങളാണ്. തുടർച്ചയായി ഇത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അങ്ങനെ ഈ പാലപ്പള്ളി മേഖലയിൽ ജീവിക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലേക്ക് ഈ വന്യജീവി ശല്യം മാറുന്നു എന്നുള്ള പരാതികൾക്കിടയിലാണ് ഇപ്പോൾ അത് സ്ഥിരീകരിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ തന്നെ പുറത്തുവിടുന്നത്. അത് സൂരജ്, വളരെ അടുത്തുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് ഈ കാണാൻ സാധിക്കുന്നത്. ഇപ്പൊ സൂരജ് നിൽക്കുന്ന സ്ഥലത്ത് നിന്നും എത്ര മാത്രം അകലെയാണ് ഈ ആനക്കൂട്ടം നിൽക്കുന്നത്? പ്രജിൻ, നമ്മളിപ്പോൾ നിൽക്കുന്ന മേഖലയിൽ നിന്ന് 150 മീറ്റർ അകലെ മാത്രമാണ് ഈ കാട്ടാനക്കൂട്ടം നിൽക്കുന്നത്. അതായത് നമ്മളൊരു ഉയർന്ന മേഖലയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാട്ടാനക്കൂട്ടത്തിന് നമ്മൾ നിൽക്കുന്ന മേഖലയിലേക്ക് പെട്ടെന്ന് കയറി വരാൻ കഴിയില്ല. എന്ന് വെച്ചാൽ നമ്മളൊരു ഉയർന്ന ഭാഗത്തായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ഇതിനപ്പുറം മാറി, അതായത് കുറച്ച് അപ്പുറം മാറി ഇതിന് ക്രോസ് ചെയ്യുന്നതിന് വേണ്ട സൗകര്യങ്ങളുണ്ട്. അതായത് ഒരു 200 മീറ്റർ അപ്പുറം മാറി ഇത് സ്ഥിരം ക്രോസ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടെന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഒരു ആനത്താര പോലെ തന്നെ. അതായത് ഈ ഒരാഴ്ചയായിട്ടേ ഉള്ളൂ ആ മേഖലയിലൂടെ ആന പോയി തുടങ്ങിയിട്ട് എന്നുള്ളതാണ് നാട്ടുകാർ പ്രധാന പരാതിയായി പറയുന്നത്. ഈ ജനവാസ മേഖലയിലേക്ക് വൈകുന്നേരത്തോടു കൂടിയാണ് ഈ കാട്ടാനകൾ ഇറങ്ങുന്നത്. അത് രാത്രി മുഴുവൻ ഈ ജനവാസ മേഖലയിൽ നാശം വിതച്ചതിന് ശേഷം രാവിലെയോടുകൂടി മടങ്ങുന്നതാണ് പതിവ് രീതി. കഴിഞ്ഞ ഒരാഴ്ചക്കടുത്തായിട്ട് ഇത്തരത്തിൽ ഈ ജനവാസ മേഖലയിൽ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നു എന്ന പരാതിയെ തുടർന്നാണ് നമ്മൾ ഇവിടെ എത്തുന്നത്. എത്തുന്ന സമയത്ത് പോലും നമുക്കിത് ഇങ്ങനെ ഇത്രമാത്രം പ്രശ്നമുണ്ടാകും അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകും എന്ന് നമ്മൾ കരുതിയിരുന്നില്ല. പക്ഷെ അത് സ്ഥിരീകരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമായി കാണാം. അതായത് അവിടെയുള്ള മരങ്ങളുണ്ട്. ആ മരങ്ങൾ ഉൾപ്പെടെ കാട്ടാന കുത്തിമറിച്ചിടുന്നതും അതുപോലെ തന്നെ അതിന്റെ തോലുരിഞ്ഞ് കഴിക്കുന്നതും എല്ലാം തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. ഈ കാട്ടാനക്കൂട്ടമാണ് ജനവാസ മേഖലയിൽ ഇറങ്ങി നിരന്തരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതെന്നുള്ളതാണ് പ്രദേശവാസികൾ ഉൾപ്പെടെ പറയുന്നത്. എന്തായാലും നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു പ്രദേശവാസി കൂടി ചേരുകയാണ്. ചേട്ടാ, ഈ കാട്ടാന ശല്യം രൂക്ഷമാണല്ലേ മേഖലയിൽ? ഇതിപ്പോ എൻ്റെ അമ്മയ്ക്ക് ടാപ്പിംഗാണ്. 40 വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ച് കൊല്ലങ്ങളായിട്ട് ഞാൻ അമ്മേനെ രാവിലെ പുലർച്ചയ്ക്ക് ഒരു 4, 4:30, 5 മണി നേരത്ത് കൊണ്ടാക്കും. അപ്പോൾ മിക്ക ദിവസങ്ങളിലും ആനനെ കാണാറുണ്ട്. ചില ദിവസങ്ങളിൽ ബൈക്ക് നിർത്തി നമുക്ക് ഓടേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ഇവിടെ അധികാരികൾ എന്തായാലും അത് കണ്ണ് തുറക്കണം. കാരണം ഇപ്പോൾ വയനാടും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതല്ലേ. അതുപോലെ ഇവിടെ സംഭവിക്കുന്നതിന് മുൻപ് ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് പറയണത്. ഇന്നലെ പ്രജിൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ രാത്രി വൈകിയും നാട്ടുകാരുടെയും എല്ലാം നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള തിരച്ചിലുകൾ, അതായത് ഈ കാട്ടാനെ തുരത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ അത് ഈ വനംവകുപ്പിന്റെയും നാട്ടുകാരുടെയും എല്ലാം സംയുക്തത്തിൽ ഇന്നലെ രാത്രി എല്ലാം നടത്തിയിരുന്നു. അത്തരത്തിൽ ഉറക്കമൊഴിച്ചിരുന്നു പോലും ഈ വന്യജീവികളെ ജനവാസ മേഖലയിൽ നിന്ന് ഓടിച്ചുവിടേണ്ട അവസ്ഥയിലാണ് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും അത് സ്ഥിരീകരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അല്പസമയത്തിനകം ഈ കാട്ടാനക്കൂട്ടം ഈ പ്രധാന റോഡിലേക്ക് ഇറങ്ങും. അത് വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. കാരണം നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന പാതയാണ്. ആ പാതയിലൂടെയാണ് ഈ രാവിലെ നേരത്തെ ഇത് മുറിച്ചു കടക്കുക. എന്തായാലും വലിയ ആശങ്ക പ്രദേശത്ത് നിലനിൽക്കുന്നു. അത് സ്ഥിരീകരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത്. അല്പസമയത്തിനകം ഈ കാട്ടാനക്കൂട്ടം ഇവിടെ നിന്ന് ഈ കാട് കയറും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രജിത്ത്, ശരി സൂരജ്, എന്തായാലും പാലപ്പള്ളിയിൽ ഉള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. കാട്ടാനക്കൂട്ടം അവിടെ വലിയ ഭീതി പരത്തുന്നു. അല്പസമയത്തിനകം അത് ജനവാസ മേഖലയിൽ കൂടുതൽ അടുത്തേക്ക് എത്താനുള്ള സാധ്യതകളുണ്ട് എന്ന് അവിടുത്തെ പ്രദേശവാസികൾ തന്നെ പറയുന്നുണ്ട്. അധികൃതരുടെ ശ്രദ്ധ എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ ഉണ്ടാവണമെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട്.